ഹലോ ഗൈസ്, അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വീഡിയോയാണ്. കാരണം ഇടുക്കിയിൽ ഏലം കർഷകരുടെ ദുരവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ മാത്രമല്ല, ഇടുക്കിയിലുള്ള എല്ലാ ഭൂരിഭാഗം ഏലം കർഷകർക്കും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, കരിഞ്ഞുണങ്ങി കിടക്കുകയാണ്. ഏലച്ചെടി വാടി ഉണങ്ങി ഇതുപോലെ കരിഞ്ഞു കിടക്കുകയാണ്. ഇനിയിപ്പോൾ നല്ലൊരു മഴ കിട്ടിയാലേ ഇതൊക്കെ റെഡിയാവുമെന്ന് തന്നെ സംശയമാണ്. കാരണം ഏലം അതുപോലെ ഒടിഞ്ഞ് വീണ് കിടക്കുകയാണ്. ഇവിടെ മാത്രമല്ല, നമ്മുടെ അക്കരെക്കാട്ടിലും കുറേ അങ്ങോട്ടും കൂടെ എല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ. കരിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഏലം. ഇത്രമേ കരിഞ്ഞു പോയി ഏല ചെടി, ഇത്രയും കരിഞ്ഞുപോയി. ഇതുപോലെയാണ് ഏലം കർഷകരുടെ അവസ്ഥയും. എല്ലാവരും എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു മാനസികാവസ്ഥയിൽ ബുദ്ധിമുട്ടി നിൽക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് ഭാഗം മാത്രം, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അങ്ങോട്ടും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഈ ഒരു അവസ്ഥ നമുക്ക് മാത്രമല്ല, ഈ ഏലം ഇത്രയും ഒരു ചെടി വളർത്തിയെടുക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കഷ്ടപ്പാട് എല്ലാ കർഷകർക്കും ഉണ്ട്, എല്ലാ പ്ലാന്റർമാർക്കും ഉണ്ട്. ഇതിൻ്റെ അതായത് ഈ ഒരു ഏലക്ക പറിച്ചുണക്കി അതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് വിപണിയിൽ കിട്ടുന്ന ആ ഒരു ഏലക്ക എങ്ങനെയാണോ നമ്മൾ കിട്ടുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് ഏലക്കയെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ കർഷകർ നമ്മൾ ചെയ്യുന്ന ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അത് തന്നെ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണെന്ന് അറിയാവോ ആ ഏലക്ക അതിൻ്റേതായിട്ടുള്ള ഘടനയിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഇതിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് എന്തോരം എഫേർട്ട് എടുക്കണം. കാരണം കറക്റ്റ് സമയത്തിന് വെള്ളം വേണം, വളം വേണം, മരുന്ന് വേണം. ഇതെല്ലാം കറക്റ്റ് സമയത്തിന് നമ്മൾ കൊടുക്കും. നമുക്ക് ഏലക്കാടാണ്, നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയുമ്പോഴത്തേനും എല്ലാവരും ഭയങ്കര ഏലക്കയ്ക്ക് എന്താ വില, സ്വർണ്ണത്തെക്കാട്ടി വിലയല്ലേ, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ എന്നോട് പേഴ്സണലി കുറേ പേര് ഇങ്ങനെ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ് കേട്ടോ. നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു വിപണിയിലുള്ള വില, അത് ആവറേജ് വിലയായിരിക്കും. ഏറ്റവും കൂടിയ വിലയൊന്നും നമുക്ക് കിട്ടണമെന്നില്ല. ആവറേജ് വില നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ എന്തോരം അതിൻ്റെ പുറകിൽ കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാവോ. അപ്പം ഒരുപാട് അത് എല്ലാവർക്കും എന്താ പറയുക, മരുന്നിൻ്റെ വില, ഈ ഏലക്കയുടെ വില അങ്ങനെ നിൽക്കും. പക്ഷെ മരുന്നിനും വളത്തിനും ഒക്കെ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മാസത്തിലും വേരിയേഷൻ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതാരും അതിൻ്റേതായിട്ടുള്ള കുറച്ച് വേരിയേഷൻസ് വരും. പക്ഷേ എങ്കിൽ പോലും അതെല്ലാം സമയത്തിന് നമ്മൾ കൊടുക്കണം. കണ്ടില്ലേ, മൊത്തം കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ് കണ്ടോ. ഇതുപോലെയാണ് നമ്മളുടെ എല്ലാവരുടെയും, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും അവസ്ഥ ഇതാണ്. അപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ആരെയൊക്കെ കാണുന്നതെന്നറിയത്തില്ല, അധികാരപ്പെട്ടവർ കാണുവാണെന്നുണ്ടെങ്കിൽ, കാരണം കുറേ പേര് നമുക്കറിയാവുന്നവരൊക്കെ കുറേ പേര് ലോണും കാര്യങ്ങളും ഒക്കെ, ഒട്ടുമിക്ക എല്ലാവരും ലോണൊക്കെ എടുത്തിട്ടായിരിക്കും ഈ ഒരു എന്താ പറയുക ഏലത്തിന് വളമാണെങ്കിലും റീപ്ലാന്റ് ചെയ്യുന്നതാണെങ്കിലും ഒട്ടുമിക്ക എല്ലാവരും ലോണും കാര്യങ്ങളും ഒക്കെ കാർഷിക ലോണൊക്കെ എടുത്തവരായിരിക്കാം. അപ്പം ഈ എല്ലാ മാസവും അടഞ്ഞു പോകേണ്ടതാണല്ലോ. അപ്പം ഈ ഒരു അവസ്ഥയിൽ ആർക്കും വിൽക്കാനോ അതിൻ്റേതായിട്ടുള്ള ഇൻകം കിട്ടാനോ ഇല്ല. അപ്പം അവസ്ഥയ്ക്ക് അധികാരപ്പെട്ടവർ നമ്മൾ എല്ലാ ഏല കർഷകരെയും ഒന്ന് സഹായിക്കാൻ ഉള്ള മനസ്സ് കാണിക്കണമെന്ന് ഞാൻ പറയുന്നു. അവരും പറയുന്നതാണിത്. അപ്പം അതിന് സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഇനിയും എത്ര കർഷകരുടെ ആത്മഹത്യ കാര്യങ്ങൾ ഇനിയും കേൾക്കേണ്ടി വരും. കാരണം അത്രമേൽ ഈ ഒരു ഇടുക്കിയിലെ ഏലം കർഷകരുടെ അവസ്ഥ എത്രമേൽ ദുരിതമായിപ്പോയി. കാരണം വെള്ളം കിട്ടാനില്ല, വെള്ളം ബുദ്ധിമുട്ടാണ്. കാരണം പൈപ്പൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും കുളത്തിലെയും തോട്ടിലെയും എല്ലാം വെള്ളം പറ്റിയിട്ടുണ്ട്. അപ്പം വെള്ളം ആണ് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. കാരണം അറിയാലോ, നാട്ടിലൊന്നും ഏലം പിടിക്കാത്തതിൻ്റെ കാരണം തന്നെ അവിടുത്തെ ചൂടും അവിടുത്തെ ക്ലൈമറ്റുമാണ്. അപ്പോൾ ഇടുക്കിയിലെ ക്ലൈമറ്റിന് വേരിയേഷൻ വരുമ്പോഴത്തേക്കിനും ഈ ഒരു കാർഷിക വിപണിയിൽ, അതായത് ഈ കൃഷിയുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് മാറ്റം സംഭവിക്കും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നത് ഏലം കർഷകരെയാണ് കേട്ടോ. ഇത് കണ്ടിട്ട്, ഞാൻ നാട്ടിൽ നിന്ന് വന്നിട്ട് ഇത് കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നു. കാരണം നമ്മൾ ഇപ്പോൾ പണിയിപ്പിക്കാനാണെങ്കിൽ തന്നെയും വെള്ളത്തിനാണെങ്കിൽ വെള്ളമില്ല. ഈ ഒരു കാലാവസ്ഥയാണ് നമ്മളെ ചതിച്ചത് കേട്ടോ. എല്ലാവരെയും, നമ്മുടെ ഏലം കർഷകരെ എല്ലാം ചതിച്ചത് കാലാവസ്ഥയാണ്. കാരണം ഒന്നും പറയാനില്ല ഗൈസ്. കണ്ടില്ലേ നമ്മുടെ ഏലത്തിൻ്റെയൊക്കെ ആ ഒരു അവസ്ഥ കണ്ടില്ലേ. ഇതാണ് ഇപ്പം ഇടുക്കിയിലെ എല്ലാ ഏലം കർഷകരുടെ അവസ്ഥ.
മോശമാണ്, അത്രയും രൂക്ഷമാണ്. കാരണം എന്ത് ചെയ്യാൻ പറ്റും? ഇനി റീപ്ലാന്റോ അങ്ങനെ ഇത് ഫുള്ളും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇനി അടുത്ത മഴ കിട്ടിയാൽ തന്നെയും കാലാവസ്ഥ ഇനി മാറിയാൽ തന്നെയും ഇനി എത്രത്തോളം ഇതൊക്കെ പച്ച പിടിക്കുമെന്നോ എത്രത്തോളം ഇതിൻ്റെയൊക്കെ അവസ്ഥ മാറുമെന്നോ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ തന്നെ സർക്കാർ തന്നെ ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് എല്ലാ കർഷകരുടെയും കയ്യിൽ നിന്ന് കൈവിട്ടു പോയി. ഇത് കണ്ടില്ലേ, ഇതാണ്. ഇതൊക്കെ പിന്നെയും കുഴപ്പമില്ല. അങ്ങോട്ട് കാരണം നേരിട്ട് ഡയറക്റ്റ് വെയിലടിക്കുന്നിടത്തെല്ലാം കരിഞ്ഞ് ഉണങ്ങി വാടി ഓരോ ദിവസവും ചെല്ലും തോറും ഓരോ ചെടികളാണ് വാടി വീഴുന്നത്. ഗൈസ്, ഇടുക്കിക്കാരുടെ മെയിൻ വരുമാന മാർഗമാണ് ഈ ഏലകൃഷി. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും ഗൈസ്?